വൈകിട്ടായപ്പോൾ ഞാൻ യാസൂനെയും കൊണ്ടുവന്ന് വീട്ടിൽ പോവുകയാണ്. സംഭവം ഞങ്ങൾ ട്രെയിൻ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. അങ്ങനെ ട്രെയിനിൽ കയറി ആദ്യം കുറച്ച് നേരം നാളെ നല്ല ഉറക്കത്തിലായിരുന്നു. പിന്നെ കുറച്ച് നേരം എഴുന്നേറ്റപ്പോഴത്തേനും ഒരു കോലുമുട്ടായൊക്കെ കൊടുത്ത് ആളെ അങ്ങ് ഒതുക്കി. പിന്നെ നേരെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോഴത്തേക്കും ഉമ്മ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് വർക്കിൽ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ ഉമ്മയെ കണ്ട ഉടനെ ആൾ അപ്പുറം ചാടിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേ ഉമ്മയുടെ കയ്യിലോട്ട് ഓടി ചെന്ന് വീണിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നേരെ വീട്ടിൽ ചെന്ന് നല്ല വരിക്ക ചക്കയൊക്കെ കഴിച്ച്. ഇപ്പോൾ ചക്ക സീസൺ ആണല്ലോ, എവിടെ നോക്കിയാലും ചക്ക. പക്ഷേ ചക്ക എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. അങ്ങനെ കുറച്ച് ചക്കയൊക്കെ കഴിച്ച് അപ്പം എന്താവും നമ്മുടെ മെയിൻ ആളവിടെ ഇരിപ്പുണ്ട്. പൂച്ച ഞങ്ങളെ നോക്കിയിരിക്കും. അപ്പം ഞാൻ പറഞ്ഞിടാ നിനക്ക് തിന്നുന്ന ഐറ്റം അല്ല ഇത്. അത് കഴിഞ്ഞിട്ടാണ് ഇവിടുത്തെ മെയിൻ പരിപാടി. യാസൂനാണെങ്കിലേ വീട്ടിനകത്ത് പോലും ചെരുപ്പ് വേണം ആൾക്ക്. എവിടെ ഇറങ്ങിയാലും ഒന്നുകിൽ അവളുടെ ചെരുപ്പ്, അല്ലാന്നുണ്ടെങ്കിൽ വലിയ നമ്മൾ ആരെങ്കിലും ചെരുപ്പിട്ടുണ്ടെങ്കിൽ ആൾ നടക്കത്തുള്ളൂ. ഈ കല്ലിലും മണ്ണിലൊക്കെ നടക്കാൻ ഭയങ്കര പാടാണ്. അങ്ങനെ പിന്നെ ആദ്യം കുറച്ച് നേരം എങ്ങനെയെങ്കിലും നടന്നു. പിന്നെ ആയപ്പോൾ കരച്ചിലായി. കുറച്ച് നേരം മീൻസ് ആ 2 സ്റ്റെപ്പ് തന്നെ ആ കരയാൻ നടന്നത്. പിന്നെ ഫുള്ള് കരച്ചിലായിരുന്നു. ഉമ്മ അപ്പുറത്തെ സൈഡ്, ഞാൻ ഇപ്പുറത്തെ സൈഡ് അവസാനം നിന്നിട്ട് ആളെ കുറച്ച് നടത്തിപ്പിച്ച്. അതിന് ഭയങ്കര വാശി നിർബന്ധമൊക്കെ ആയിരുന്നു. ഒന്ന് വെച്ച് നോക്കിയാൽ കല്ലിൽ മണ്ണിലൊക്കെ നടക്കണമെന്ന് പറയത്തില്ലേ, നല്ലതാണെന്ന് പറയത്തില്ലേ. എനിക്കാണെങ്കിലും ഇപ്പോൾ ചെരുപ്പൊക്കെ ഇട്ടിട്ട് എനിക്ക് ഭയങ്കര പാട് തന്നെയാണ്. പിന്നെ മോളെ നടത്തിപ്പിക്കാൻ വേണ്ടി ഞാനും കുറച്ച്